ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ നോർമൽ ജസ്റ്റ് ഒരു വിപ്ഡ് ക്രീമാണ് എടുക്കുന്നത്. ഇത് അത്ര ക്രീമി ആയിട്ടില്ല, പക്ഷെ ഒന്ന് തണുത്ത് വരുമ്പോൾ റെഡിയാവും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. ഒരു സിമ്പിൾ സ്റ്റൗവും ഓവനും ബേക്കിംഗ് ഒന്നും വേണ്ടാത്ത ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് പുഡിംഗ് ആയിട്ടാണ്. അതും ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, സേഫായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആയിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ? വരൂ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ 3 ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ഒരു ചോക്ലേറ്റ് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് മിൽക്ക് ചോക്ലേറ്റിന്റെ ഒരു ഗനാഷ് വെച്ചിട്ടും, പിന്നെ ഒരു വിപ്പിംഗ് ക്രീമിന്റെ പുറത്തൊരു ക്രീം വെച്ചിട്ടുള്ള ഒരു ഗനാഷ് വെച്ചിട്ടും, അല്ല ഒരു ക്രീം വെച്ചിട്ടുള്ള ഒരു ലെയറും അതുപോലെ ബിസ്ക്കറ്റിന്റെ ഒരു ലെയറുമാണ്. അപ്പൊ നമുക്ക് ആദ്യം ഗനാഷ് ഉണ്ടാക്കാം. ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മിൽക്ക് ചോക്ലേറ്റ് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഇതിലോട്ട് നമ്മള് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം കുറച്ച് ഒഴിക്കാം കേട്ടോ. അപ്പൊ ഗൈസ്, ഇന്ന് എനിക്ക് ഫ്രഷ് ക്രീമാണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ചോക്ലേറ്റിലോട്ട് ഒന്ന് ജസ്റ്റ് മുങ്ങി നിൽക്കാൻ പാകത്തില് അതിന്റെ ലിക്വിഡ് മാത്രം. നല്ല തണുപ്പിച്ചെടുത്ത ഫ്രഷ് ക്രീമാണ്, എങ്കിലും ഒത്തിരി ഇച്ചിരി ഇത്രയാണ് വൈറ്റ് ചോക്ലേറ്റിലോട്ട് ഇട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റ് ഏകദേശം ഒരു 125 ഗ്രാം കാണും. മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ ഒരു 500 ഗ്രാം അല്ല 250 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് അത് ജസ്റ്റ് ഒരു മുങ്ങി നിൽക്കാൻ പാകത്തില്, അതായത് ഇത് ഉരുകി കഴിഞ്ഞതിന് ശേഷം, ഇത് ഓൾറെഡി ഫ്രോസൺ ആയിട്ടുള്ള സ്റ്റേറ്റിലാണല്ലോ, ഇത് ഉരുകി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാനുള്ള പാകത്തില് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ടോ ചൂടാക്കിയെടുക്കാം. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉരുക്കില്ലേ, ആദ്യം ഒരു പാത്രം വെക്കുക, അതിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിന്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് ഉരുക്കുന്ന രീതി അങ്ങനെ ചെയ്തെടുക്കാം. അപ്പൊ നമുക്കത് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ ഗൈസ്, നമ്മൾ ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഗനാഷ് ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ടാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. തിളക്കുന്ന വെള്ളമല്ല പാത്രത്തിന്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് കുറച്ച് നേരം ചൂടാക്കുക, ഇളക്കി കൊടുക്കുക. അപ്പൊ ഇത് മെൽറ്റ് ആയിട്ട് വരും. ഡയറക്റ്റ് സ്റ്റൗവിൽ വെച്ചിട്ടൊന്നും ചൂടാക്കരുത്, അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കരിഞ്ഞു പോകും. ഇതിപ്പോ ഞാൻ ജസ്റ്റ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമും ചോക്ലേറ്റും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് തിളക്കം കിട്ടണമെങ്കിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്യും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്തിട്ടില്ല. ഇതാണ് എന്താ നല്ല ക്രീമി ആയിട്ടുള്ള ഗനാഷ് റെഡി ആയിട്ടുണ്ട്, വൈറ്റ് ആൻഡ് ഡാർക്ക് മിൽക്ക് ചോക്ലേറ്റ്. ഇനി നമുക്ക് ക്രീം റെഡിയാക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ക്രീം റെഡിയാക്കാനാണ്. ക്രീം റെഡിയാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഏകദേശം 1 ലിറ്ററിൻ്റെ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല ക്രീമായിട്ട് കിട്ടാനുള്ള ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ലിറ്ററിന്റെ ഇത് ഊരാൻ ഈ ഒരു ഭാഗവും അതേപോലെ ഈ പാത്രവും ഈ ഫ്രഷ് ക്രീം നന്നായിട്ട് ഫ്രീസ് ചെയ്യുക. അതേപോലെ അടിയിൽ ഈ പാത്രത്തിൽ ഞാൻ ഐസും ഇരിക്കും, ജസ്റ്റ് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ക്രീം നല്ല തിക്കായിട്ട് കിട്ടും. സാധാരണ ഇതിനെക്കാളും തിക്കായിട്ട് പെട്ടെന്ന് കിട്ടാനുള്ളൊരു ഇതാണ്. അപ്പൊ നമുക്ക് ക്രീം എടുക്കാം. ഏകദേശം ഒരു 1 ലിറ്ററിന്റെ അടുത്ത ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ച പഞ്ചസാരയും അതേപോലെ ഒരു ഇത്തിരി വനില എസൻസ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി വനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു കണക്കിന് ഏകദേശം ഒരു 1 ടീസ്പൂൺ ഓർ 1 ടേബിൾ സ്പൂൺ മതി. 1 ടീസ്പൂൺ ഓർ 2 ടീസ്പൂൺ. ഇതിലോട്ട് ഞാൻ എടുക്കുന്നത് ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇത് ജസ്റ്റ് ഒരു മധുരത്തിനാണ്. ഞാൻ കുറച്ച് ആഡ് ചെയ്യാം. പഞ്ചസാര ഒന്നിച്ച് ആഡ് ചെയ്യരുത്, എല്ലാം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര കുറച്ച് അത്ര തിക്കല്ല കേട്ടോ, ഞാൻ വിചാരിച്ച അത്ര തിക്കല്ല. അത് നമ്മള് ഫ്രഷ് ക്രീം അത്ര ഫ്രീസ് ആവാത്തത് കൊണ്ടാണ് ഇത്ര ലൂസ് ആയിട്ട് കിട്ടിയത്. അത് കുഴപ്പമില്ല, നമ്മള് അവസാനം പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ റെഫ്രിജറേറ്ററിൽ വെക്കുമ്പോൾ റെഡിയാവും. അപ്പൊ നമുക്ക് ഇതിക്കൊന്ന് ജസ്റ്റ് ഇത് ഞാൻ 2 മിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്, നമുക്ക് 2 കളറായിട്ട് കിട്ടാൻ. അപ്പൊ ഒന്നിലോട്ട് നമുക്ക് കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഒന്നിലോട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും കുറച്ച് കളറിന് വേണ്ടിയിട്ടും കുറച്ച് ചോക്ലേറ്റ് ഗനാഷ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ആവശ്യത്തിന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മള് ബീറ്റ് ചെയ്യണം നിർബന്ധമില്ല. അപ്പൊ ഗൈസ് നമ്മള് ഫൈനൽ സ്റ്റെപ്പാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വെച്ചാൽ നമ്മുടെ പുഡിങ് റെഡി. അപ്പൊ അതിനാദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മേരി ഗോൾഡ് ബിസ്ക്കറ്റ് ആണ്. ബ്രിട്ടാനിയയുടെ മേരി ഗോൾഡ് ബിസ്ക്കറ്റ് ആണ്. ഇതാകുമ്പോൾ ഭയങ്കര സ്വീറ്റ്നെസ്സും അല്ല, എന്നാൽ ഒരു പാകത്തെ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇത് ഞാൻ ഇവിടെ കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വെള്ളത്തില് കോഫി പൗഡർ ഇടാം. ജസ്റ്റ് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഫസ്റ്റ് ബേസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കോഫിയിൽ മുക്കി വെച്ചതാണ്. ഇത് നന്നായിട്ട് വെള്ളത്തിൽ, അതായത് കോഫിയിൽ നിന്നിട്ടില്ല, ഒന്ന് ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മുക്കി എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ സെക്കൻഡ് ലെയർ ഇടാം. സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇതാ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീമില് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ഇതിന് മുകളിലോട്ടൊന്ന് ഇട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ലെയർ ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. നമ്മളൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മൾ ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് വെച്ചു, അതിന് മേലെ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചു. ഈ ഒന്നും കൂടെ ബിസ്ക്കറ്റിൻ്റെ ലെയർ കൂടെ ഉണ്ട്. രണ്ടാമത്തെ ലെയർ ബിസ്ക്കറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ആൽമണ്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ലെയർ ബിസ്ക്കറ്റ് ഓൾറെഡി വെച്ചു. ഇനി നമുക്ക് ജസ്റ്റ് മൂന്നാമത്തെ ലെയർ ആയിട്ട് ഞാൻ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ നോർമൽ ജസ്റ്റ് ഒരു വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇത് അത്ര ക്രീമി ആയിട്ടില്ല, പക്ഷെ ഒന്ന് തണുത്ത് വരുമ്പോൾ റെഡിയാവും. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ ഗനാഷാണ് യൂസ് ചെയ്യുന്നത്. ഗനാഷ് വെച്ചിട്ട് നമുക്ക് ഗനാഷ് നല്ല തിക്കാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഗനാഷൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ആണിത്. ചോക്ലേറ്റും ഇതുപോലെ ആൽമണ്ട്സും ആണ്. അതുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പുഡിങ് ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഒരു ഓവർ നൈറ്റ്, അതായത് ഫുൾ ഡേ നൈറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചില്ല ചെയ്താൽ മതി. അപ്പം നമ്മുടെ പുഡിങ് സെറ്റായി, പിന്നെ കഴിക്കണം കേട്ടോ.